നമസ്കാരം, സിറ്റിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിബി വർഗീസ്. ആദ്യം പ്രധാന വാർത്തകൾ. ആരോപണ വിധേയനായ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി.ജെ. കുര്യൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SDPI വൈക്കം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് പ്രകടനം നടത്തി. AYF കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വൈക്കത്ത് സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് യൂണിയൻ അരങ്ങ് മലയാള വിഭാഗവുമായി ചേർന്നൊരുക്കിയ കവിയരങ്ങ് ശ്രദ്ധേയമായി. മഞ്ഞളിക്കര കാൽനട തീർത്ഥയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഭക്തി നിർഭരമായ തുടക്കം. വാർത്തകൾ വിശദമായി. സൂര്യനെല്ലി കേസിൽ ആരോപണ വിധേയനായ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി.ജെ. കുര്യൻ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് SDPI വൈക്കം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് പ്രകടനം നടത്തി. വൈക്കം ബോട്ടുചേട്ടി മൈതാനിൽ നിന്നും ആരംഭിച്ച പ്രകടനം വൈക്കം കൊച്ചു കവല, വലിയ കവല, പടിഞ്ഞാറേ നട ചുറ്റി കച്ചേരി കവലയിൽ സമാപിച്ചു. SDPI വൈക്കം മണ്ഡലം പ്രസിഡന്റ് റെജിൻ, സെക്രട്ടറി മാഹിൻ വെച്ചൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. AYF കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വൈക്കത്ത് സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം പ്രശസ്ത ചലച്ചിത്ര ഗാന രചയിതാവ് രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. വൈക്കം ടൗൺ ഹാളിൽ സജ്ജമാക്കിയ വൈക്കം മുഹമ്മദ് ബഷീർ നഗറിലാണ് വിവിധ പരിപാടികളോടെ 3 ദിവസങ്ങളിലായി സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത്. സാംസ്കാരികോത്സവത്തിൽ കലാമത്സരങ്ങളും ചങ്ങമ്പുഴയുടെയും വയലാറിൻ്റെയും കവിതകളുടെ ആലാപനവും പ്രഭാഷണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. PG ഷൺമുഖൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് A. മനാഫ്, മണർകാട് ശശികുമാർ, DC ബുക്സ് പബ്ലിക്കേഷൻസ് മാനേജർ അരവിന്ദാക്ഷൻ, KD വിശ്വനാഥൻ, കലാധരൻ, ഗോപിനാഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് യൂണിയൻ അരങ്ങ് മലയാള വിഭാഗവുമായി ചേർന്നൊരുക്കിയ കവിയരങ്ങ് ശ്രദ്ധേയമായി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന കവിയരങ്ങ് പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ അനന്തു ഉണ്ണി അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ S. ശിവകുമാർ, മലയാള വിഭാഗം മേധാവി പ്രൊഫസർ KK സുലോചന, മണർകാട് ശശികുമാർ, രാജേഷ് വർമ്മ, ശിവപ്രസാദ് ഇരവിമംഗലം, P. പ്രസാദ്, രമ്യ A, മീനു ഷാജി എന്നിവർ സംബന്ധിച്ചു. പശുക്കൾ പുല്ല് നിർത്തിയിട്ട് പറയുന്നു, എടി വിറ്റാമിൻ ABCD ശുദ്ധമായ പശുവിൻ പാലാണ് പോകുന്നത്, നിനക്കങ്ങനത്തെ പാലുണ്ടോ? ഇന്നലെ തങ്കപ്പറ്റേട്ടൻ ഇവരുടെ അകട്ടിൽ നിന്ന് കടന്നുകൊണ്ടുപോയ പാൽ മിൽമ Aയും Bയും Cയും ഇട്ട് കടന്നുകൊണ്ടുപോയപ്പോ നമ്മളോർത്തു ഇത് വേറെ വലിയ പാലാണെന്ന്. ഈ പാലല്ല, നമ്മുടെ സങ്കടമാണ് ഏറ്റവും വലുത്. നമ്മുടെ ഇല്ലായ്മകൾ, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാത്തിരിപ്പ്, നമ്മുടെ നാടിന്റെ വറുതി, ഇതൊക്കെയാണ് ഞാനെന്ന് തിരിച്ചറിയുമ്പോൾ അത് ഹോമറിനേക്കാൾ വലിയൊരു തീച്ചുളയാണെന്ന് തിരിച്ചറിഞ്ഞിങ്ങനെ നിൽക്കാൻ കഴിയണം. കുഴഞ്ഞാടാട് ചരിഞ്ഞാടാടോ മനപ്പെണ്ണി ആടാടു ചരിഞ്ഞാടാടു കുഴഞ്ഞാടാടൻ ഓമനപ്പെണ്ണി തെയ്യാത്തിനന്ദിനം താരക തെയ്യത്തിനന്ദ തെയ്യാതെ തെയ്യാതിനന്ദിനം താരക തെയ്യത്തിനന്ദാം തെയ്യാതെ. മോറാൻമോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവായിയുടെ 81ാമത് ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മഞ്ഞനിക്കര കാൽനട തീർത്ഥയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഭക്തി നിർഭരമായ തുടക്കം. മുളന്തുരുത്തി മാർത്തോമൻ കത്തീഡ്രലിൽ നിന്നും പുറപ്പെട്ട തീർത്ഥയാത്രയിൽ മുളന്തുരുത്തി ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങൾ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലീത്തയും പരിശുദ്ധ സുന്നതോസ് സെക്രട്ടറിയുമായ മോർ ഗ്രിഗോറിയോസ് ജോസഫ് തിരുമേനി, വികാരിമാർ, കമാൻഡർമാർ, ട്രസ്റ്റിമാർ, ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ പള്ളിയിലും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് നിക്ഷേപിച്ചിരിക്കുന്ന കബറിങ്കിലും വിശുദ്ധ മോറാന്റെ തിരുശേഷിപ്പ് നിക്ഷേപിച്ചിരിക്കുന്ന സ്മാരക കബറിങ്കിലും മോർ ഈവാനീസ് ഹിദായത്തുള്ള ബാവ, മോർ ഗ്രിഗോറിയോസ് യൂഹാനോൻ ബാവ, മോർ കൂറിലോസ് യുയാക്കീം ബാവ എന്നീ പിതാക്കന്മാരുടെ കബറുകളിലും മുളന്തുരുത്തി ഇടവക ജന്മം നൽകിയ പരിശുദ്ധ ചാത്തുരുത്തിൽ കൊച്ചി തിരുമേനി, പുണ്യപ്പെട്ടവരായ കാട്ടുമങ്ങാട്ട് ബാവാന്മാർ, കൊച്ചുപറമ്പിൽ തിരുമേനി എന്നീ സ്മാരക കബറുകളിലും പ്രാർത്ഥിച്ച യാത്ര പുറപ്പെട്ട് മുളന്തുരുത്തി കരവട്ടെക്കുരിശിങ്കൽ എത്തിയപ്പോൾ മുളന്തുരുത്തി മേഖല ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് യൂണിയൻ, INTUC, സ്വതന്ത്ര ഡ്രൈവേഴ്സ് യൂണിയൻ, വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു.
പരിശുദ്ധ ഓമല്ലൂർ ബാവായുടെ ശ്രാദ്ധ പെരുന്നാൾ പുളിക്കമാലി സെന്റ് ജോർജ് ചാപ്പലിൽ ആചരിച്ചു. പിന്നെ അതിന് മോളിൽ കവറിയോ ഞാൻ മറ്റൊരു കാര്യമുള്ളത് ഈ ആരാധന സമയവും മനസ്സ് നമ്മൾ ഒരിക്കലെങ്കിലും കോൺസെൻട്രേഷൻ പോലെ അവരെടുക്കാൻ പറ്റിയ പുളിക്കമാലി സെന്റ് ജോർജ് ചാപ്പലിൽ പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവായുടെ ശ്രാദ്ധ പെരുന്നാളും അതിനോടനുബന്ധിച്ച് നടത്തി വരാറുള്ള നേർച്ച സദ്യയും ഈ വർഷം നവാഭിഷിക്തനായ അഭിവന്ദ്യ തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആചരിച്ചു. വിശുദ്ധൻ്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ പ്രദക്ഷിണം, വിശുദ്ധ കുർബാന, നേർച്ച സദ്യ തുടങ്ങിയവ പെരുന്നാളിൻ്റെ ഭാഗമായി നടന്നു. തുടർന്ന് മഞ്ഞനിക്കര തീർത്ഥയാത്ര പുറപ്പെട്ടു. പിറവം രാജാതിരാജ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ മഞ്ഞനിക്കര തീർത്ഥാടകർക്ക് ഹൃദ്യമായ സ്വീകരണം. പിറവത്ത് പട്ടാപ്പകൽ മാലിന്യം കത്തിച്ചു. പിറവം മൂവാറ്റുപുഴ റോഡിൻ്റെ വശത്താണ് പട്ടാപ്പകൽ മാലിന്യം കത്തിച്ചത്. പഞ്ചായത്തിൽ നിന്ന് മാലിന്യം എടുക്കുന്നതിനായി വന്ന ആളുകൾ മാലിന്യത്തിൻ്റെ പകുതി മാത്രം എടുക്കുകയും ബാക്കിയുള്ളത് കത്തിക്കുകയും ചെയ്യുക പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിൻ്റെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ബോർഡ് ഉണ്ടായിട്ടും പരിസരവാസികളെക്കാൾ കൂടുതൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മറ്റു പ്രദേശങ്ങളിൽ നിന്നുമാണ്. ഈ മാലിന്യങ്ങൾ കിടക്കുന്നത് സ്കൂളിന് സമീപമാണ്. മാലിന്യങ്ങളിൽ നിന്ന് വമിക്കുന്ന പുക പിഞ്ചു കുഞ്ഞുങ്ങളിൽ പല രോഗങ്ങൾക്കും ഇടയാക്കുന്നു. കൂടാതെ പരിസ്ഥിതി മലിനീകരണത്തിനും ഇത് ഇടയാക്കുന്നു. യാത്രക്കാർ ഇതിലെ നടന്നു പോകുന്നത് മൂക്കുപൊത്തിക്കൊണ്ടാണ്. സ്കൂളിന് പുറമെ പല സർക്കാർ സ്ഥാപനങ്ങളും സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പ്രവണതയ്ക്ക് എതിരെ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ശക്തമായ ആവശ്യം. പിറവം പഞ്ചായത്തിൽ ഉടനീളം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾക്ക് അറുതി വരുത്തുവാൻ ഒരു പരിധിവരെ സഹായകമാകും. ഈ മാലിന്യങ്ങൾ മൊത്തം ഇവിടെ ഓരോരുത്തരും കൊണ്ടിടുന്നത് പഞ്ചായത്തിൽ ജീവനക്കാർ വന്ന് അവർ കുറച്ച് വാരിക്കൊണ്ട് പോയിട്ട് ബാക്കിയുള്ളതല്ല ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഈ കടക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുപോലെ ഈ വണ്ടിയെ പോകുന്നില്ല, മൂക്ക് കുത്തി പിടിച്ച് പോകേണ്ട പറ്റില്ല. അതുപോലെ ഈ സ്കൂൾ ഇവിടെ ഉണ്ട്, വണ്ടിയെ വരുന്നു ശകല ഏതാണ്ട് വാരിക്കൊണ്ട് പോകുന്നു, ബാക്കിയുള്ളതെല്ലാം കത്തിക്കണം. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ. ഇപ്പോൾ ഈ ഭാഗത്ത് മാത്രമായി പിറവം പഞ്ചായത്തിൽ പ്രശ്നമുള്ളൂ. വേറെ ഒന്നും അവിടെ ഒരു കത്തിക്കണമില്ല, എല്ലായിടത്തും വാരിക്കൊണ്ട് പോകുന്നു. ഞങ്ങളെ കുറേ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു ഇതായിട്ടാണ് നമുക്കിത് കണ്ടിട്ട് തോന്നുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോപണ വിധേയനായ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട SDPI വൈക്കം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് പ്രകടനം നടത്തി. AYF കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വൈക്കത്ത് സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് യൂണിയൻ അരങ്ങ് മലയാള വിഭാഗവുമായി ചേർന്നൊരുക്കിയ കവിയരങ്ങ് ശ്രദ്ധേയമായി. മഞ്ഞനിക്കര കാൽനട തീർത്ഥയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഭക്തി നിർഭരമായ തുടക്കം. സിറ്റി ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.